ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിച്ചു. 70 മണ്ഡലങ്ങളിൽ ബുധനാഴ്ചയാണ് വോട്ടെടുപ്പ്. പ്രചാരണത്തിൽ കളം നിറഞ്ഞത് പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയായിരുന്നു. ബജറ്റും നികുതി ഇളവും ഡൽഹിയിലെ മലിനീകരണവും ഉൾപ്പെടെ ചർച്ചാ വിഷയമാവുകയും ചെയ്തു. ഡൽഹിയിലെ വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കൊട്ടിക്കലാശം. അവസാനഘട്ട പരസ്യ പ്രചാരണത്തിന് ബിജെപിക്കായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും JP നദ്ദയും, കോൺഗ്രസിന്റെ പ്രചരണത്തിന് കരുത്തു പകരാൻ പ്രിയങ്കയുമെത്തി. ബിജെപിക്ക് മുന്നിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും കീഴടങ്ങിയെന്ന അരവിന്ദ് കെജ്രിവാളിന്റെ വിമർശനം. आपकी सारी फ्री की सुविधाएं बंद करके दिल्ली का सरकारी खजाना भी लूट के अपने दोस्तों को देना है. കേന്ദ്ര ബജറ്റിലെ നികുതി ഇളവ് പ്രഖ്യാപനം അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് ബിജെപി. മദ്യനയ അഴിമതിയും കെജ്രിവാളിന്റെ ആഡംബര ബംഗ്ലാവും കോൺഗ്രസും ബിജെപിയും പ്രചരണായുധമാക്കുന്നുണ്ട്. गाड़ी भी ले ली, सिक्योरिटी भी ले ली और एक बंगलो भी ले लिया. फिर एक बंगलो से इनका पेट नहीं भरा, 4 बंगलो तोड़कर 50,000 गज का शीश महल बनाने का काम किया. शीश महल സൗജന്യങ്ങൾ നൽകി രണ്ടാം തവണയും അധികാരത്തിലെത്തിയ ആം ആദ്മി സർക്കാരിന് ഇക്കുറി അതേ തുറുപ്പുചീട്ടിൽ മറുപടി നൽകുകയാണ് കോൺഗ്രസ്. അധികാര തുടർച്ചയ്ക്ക് ആം ആദ്മി പാർട്ടി ശ്രമിക്കുമ്പോൾ അട്ടിമറിയാണ് കോൺഗ്രസിന്റെയും ബിജെപിയുടെയും ലക്ഷ്യം. വാശിയേറിയ പരസ്യ പ്രചരണം അവസാനിച്ചു. നാളെ നിശബ്ദ പ്രചരണം. ഡൽഹി ഫെബ്രുവരി 5 പോളിംഗ് ബൂത്തിലേക്ക്. ഡൽഹിയിൽ നിന്ന് ക്യാമറാമാൻ ജോഗേഷ് സിംഗിനൊപ്പം വിനീത VG 24.